അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഈ റജബ് 1 മുതൽ ഷവ്വാല് 6 കൂടിയ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ച് 96 നോമ്പ് നിൽക്കുന്നൊരു പതിവുണ്ടല്ലോ, അതിനെന്താ വല്ല അടിസ്ഥാനമുണ്ടോ? അത് കിട്ടിയാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. ഈ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹദീസിൽ ഒരു 96 എന്ന ആദത്തിന് വരണമെന്നൊന്നുമില്ലല്ലോ. ബഹുമാനപ്പെട്ട ഫതുഹുൽ മൊയിനിലൊക്കെ 204 പേജാണെന്ന് തോന്നുന്നു. വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സുന്നത്ത് നോമ്പുകൾ വ്യത്യസ്തമായ ദിവസങ്ങളിലുണ്ട്, മാസങ്ങളിലുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം റജബ് മാസം നോമ്പിന് പ്രത്യേകം സുന്നത്തുള്ള മാസമാണ്. ഷഅബാൻ മാസവും നോമ്പിന് പ്രത്യേകം സ്ഥാനമുള്ള മാസമാണ്. റജബ് മുഴുവനും വേണമെങ്കിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാം, ഷഅബാനിലും അനുഷ്ഠിക്കാം. അങ്ങനെ അനുഷ്ഠിക്കൽ പതിവുള്ളവരുമുണ്ട്. അപ്പം റജബ് മുഴുവനും നോൽക്കൽ സുന്നത്താണ്, ഷഅബാൻ മുഴുവനും നോൽക്കൽ സുന്നത്താണ്. റമദാൻ ഏതായാലും ഫർളാണ്. റമദാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാളിൻ്റെ തൊട്ടു ശേഷമുള്ള ഷവ്വാലിൽ 6 നോമ്പ് സുന്നത്താണ്. അത് തുടരെ തവാലി പെരുന്നാൾ ദിനത്തോടടുത്ത 6 ദിവസം തന്നെ നോൽക്കൽ പ്രത്യേക സുന്നത്തുമാണ്. അപ്പം 30 90 30 എന്ന് സങ്കല്പിക്കുന്നത് കാമിലായി മാസം എന്നുള്ള നിലക്കാണ് പറയുന്നത്. അപ്പം 3 മാസവും പിന്നെ ഈ 6 ദിവസവും അങ്ങനെ 96 നോൽമ്പ് തുടരെ കിട്ടിയാൽ വളരെ വലിയ ഭാഗ്യം. 96 കൂടി സുന്നത്തല്ല, കാരണം റമദാനിൽ ഫർദ് മാത്രമല്ലേ വരും, ബാക്കിയുള്ളത് സുന്നത്തായി വരും. ആ സുന്നത്തോടു കൂടെ തന്നെ ഖളാ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആകാം. എന്നാലും തുടർച്ച എന്ന് പറഞ്ഞാൽ യൗമു ഈദുൽ ഫിത്ർ കൊണ്ട് ഒരു ദിവസം മുറിയുന്നുണ്ട്, എന്നാലും ഒരു മാനവിയായിട്ട് നമുക്കങ്ങനെ പറയാലോ. അപ്പോൾ തുടരെ ഒരു 96 നോൻപ് ഒരു വിശ്വാസിയിൽ തുടർന്ന് വരുന്നുണ്ട്. അത് വളരെ നല്ലതും ആണ്. എത്ര അതിൻ്റെ അർത്ഥമുള്ളൂ, വേറെ പ്രത്യേകമായിട്ടൊന്നും അതിലൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഒരാൾ സംശയം ചോദിച്ചതാണ്. അതായത് ഒരു വ്യക്തി 96 നോമ്പുണ്ടല്ലോ, നമ്മളങ്ങനെ സാധാരണ പറയാറുണ്ടല്ലോ, റജബ്, ഷഅബാൻ, റമദാൻ, അങ്ങനെ 3 മാസവും പിന്നെ ചെറിയ പെരുന്നാളിന് ശേഷമുള്ള ഷവ്വാലിൽ 6 നോമ്പ്, അങ്ങനെ 96 നോമ്പ് നോൽക്കാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കി. പക്ഷേ ഇപ്പോൾ ഈ റജബൊക്കെ പറഞ്ഞപ്പോക്കിന് ആരോഗ്യപരമായി വളരെ ക്ഷയിച്ചു, നോമ്പനുഷ്ഠിക്കാൻ പറ്റാത്തൊരു ആരോഗ്യ സാഹചര്യമായി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ആ നോമ്പ് നേർച്ചയാക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അതിന് പ്രായശ്ചിത്തം വല്ലതും വേണ്ടി വരുമോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അടുത്ത വർഷത്തേക്ക് നീട്ടിവെക്കുകയോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരോഗ്യം തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അതിന് ഉചിതമായ മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾ റജബ് മാസം മുഴുവനും നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ ഷഅബാൻ മുഴുവനും നോൽമ്പ് നോൽക്കാൻ നേർച്ചയാക്കി. എന്നാൽ ആ നേർച്ച സ്വഹീഹ് ആകുന്നതാണ്. കാരണം റജബ് മുഴുവനും നോമ്പ് നോൽക്കലും ഷഅബാൻ മുഴുവനും നോൽമ്പ് നോൽക്കലും സുന്നത്താണ് എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു പ്രതിഫലാർഹമായ കാര്യത്തെ, ഒരു ഖുർബത്തിനെ, ഒരു സുന്നത്തിനെ ഒക്കെ ഒരാൾ നേർച്ചയാക്കുമ്പോൾ അത് നിർബന്ധമായി തീരുന്നതിനാണല്ലോ നേർച്ച എന്ന് പറയുന്നത്. നേർച്ച എന്നുള്ളത് വാക്കാൽ പറയണം. ബിഹൈതു യസ്മാഉ നഫ്സുഹു, സ്വന്തം തടി കേൾക്കും വിധം ഉച്ചരിക്കുമ്പം മാത്രമാണ് നേർച്ചയാകുന്നത്. മനസ്സിൽ കരുതുന്നത് കൊണ്ട് നേർച്ചയാകൂല. മനസ്സിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നേർച്ചയാകൂല. മനസ്സിൽ പറഞ്ഞതുകൊണ്ട് നേർച്ചയാകൂല. അവനവൻ്റെ തടി കേൾക്കും വിധം, അല്ലെങ്കിലും നിസ്കാരമായാലും മറ്റുമൊക്കെ ഖൗല്, വാചകങ്ങൾ സ്വീകാര്യയോഗ്യമാവാൻ, ഫർളാണെങ്കിൽ അത് ശരിയാകാനും സുന്നത്താണെങ്കിൽ അത് ഗണിക്കപ്പെടാനും ഒക്കെ സ്വന്തം തടി കേൾക്കണം. നിസ്കാരത്തിൽ 5 ഫറളുകൾ ഖൗലുകളുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം ആയാലും, ഫാത്തിഹ ആയാലും, അത്തഹിയ്യാത്തായാലും, സ്വലാത്തായാലും, സലാം വീട്ടലായാലും ഇത് പരിഗണിക്കാൻ ചുണ്ടുകൊണ്ട് അനക്കിയാലോ ഉള്ളിൽ പറഞ്ഞാലോ പോരാ. അവനവൻ്റെ തടി കേൾക്കും വിധം, അടുത്തുള്ളവൻ കേൾക്കണ്ട, അവനവൻ്റെ തടി കേൾക്കും വിധം ഉച്ചരിക്കണം എന്നു തന്നെയാണ് നിർബന്ധം. അതുപോലെ തന്നെ വജ്ഹത്തുവോ സൂറത്തോ ദിക്ർ ദുആകളോ ഒക്കെ പരിഗണിക്കണമെങ്കിൽ സ്വന്തം തടി കേൾക്കും വിധം അത് ഉച്ചരിക്കേ വേണം. അപ്പോഴേ അത് സുന്നത്തായി പരിഗണിക്കൂ. ഏതായാലും നേർച്ചയുടെ വാചകം പറയുക തന്നെ വേണം, എങ്കിലേ നേർച്ചയാകൂ. അങ്ങനെ ഷഅബാനോ റമദാനോ മുഴുവനും നോൽക്കാൻ നേർച്ചയാക്കിയ ഒരു വ്യക്തിക്ക് അസുഖം കാരണമോ മറ്റോ ഒരു നിലക്കും അത് നോൽക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ അവൻ കുറ്റക്കാരനാകുന്നതല്ല.